ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് ഒരുപാട് കമൻസുകൾ വരാറുണ്ട്. ഈ മുട്ടുവേദന, നമ്മുടെ കാലുകളുടെ ആ ഒരു മുട്ടുവേദന മാറ്റിയെടുക്കാനായിട്ടുള്ള വ്യായാമങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ കമൻസുകൾ വരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ കാലിൻ്റെ മുട്ടുകൾക്ക് വേദന വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഞാൻ ഇച്ചിരി വിശദീകരിച്ചാണ് ഈ വീഡിയോ പറയുന്നതും ചെയ്യുന്നതും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ മുട്ടുവേദന വരുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഈ തുടകളുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ്, നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിൻ്റെ ബലക്കുറവ് കൊണ്ട് നമുക്ക് മുട്ടുവേദന സംഭവിക്കാം. നമ്മുടെ കാഫ് മസിൽസിൻ്റെ ടൈറ്റ്നെസ് കൊണ്ട് കാഫ് മസിൽ നല്ല ടൈറ്റ് ആയിരിക്കും, അപ്പം അങ്ങനെയും നമുക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. ഹിപ്പ് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ട് മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളായിരിക്കും മുട്ടുവേദനയ്ക്ക് ആസ്പദമായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഹിപ്പ് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, അതേപോലെ തൈ മസിൽ, കാഫ് മസിലിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വ്യായാമങ്ങളാണ്. അപ്പം നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ച് ഈ വ്യായാമങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്രയും വിശദമായിട്ടായിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കാം. ഓക്കെ, നമ്മുടെ കാലുകളുടെ സ്ട്രെങ്ത് മൊത്തത്തിൽ കുറയുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ വ്യായാമങ്ങളും കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മുട്ടുവേദന ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുട്ട് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലോട്ടൊക്കെ പോകും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പോകാതെ നിങ്ങളുടെ ഈ ഒരു മുട്ടുവേദന നമ്മുടെ കാലുകൾക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മാറ്റി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ നല്ല രീതിയിൽ കാണുക, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. ഓക്കെ, അപ്പം നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ ഒരു പില്ലോ കാണുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും വീട്ടിൽ കാണും. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ ഒരു പില്ലോയാണ്. ഓക്കെ, ഈ പില്ലോ നമ്മുടെ ഇതേപോലെ നമ്മുടെ ഈ തുടകളുടെ അടിഭാഗത്തായിട്ട് ഇതേപോലെ കയറ്റി വെക്കുക. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ കയറ്റി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, നിങ്ങളുടെ തുടകളുടെ അടിയിലായിട്ട് തന്നെ കയറ്റി വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ കാലുകൾ വെക്കുക. നിങ്ങൾക്ക് കിടക്കാം, ബെഡിൽ കിടക്കാം. കിടന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കാല് ഇതേപോലെ പതുക്കെ ഉയർത്തുക. ഇത്ര മാത്രം ഉയർത്തിയാൽ മതി. ഓക്കെ, നിങ്ങളുടെ തുടയിലെ അടിയിലായിട്ടാണ് ഈ ഒരു ഫില്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഇതേ കണക്ക് കാല് ഇതേപോലെ നിങ്ങൾ ഉയർത്തുക. ഇതേപോലെ ഉയർത്തിയതിന് ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ആ ഒരു ഇതേപോലെ ഒന്ന് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇതേപോലെ 1 2 3 4 5. ഇത് നിങ്ങളുടെ ഈ തുടകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ താഴെ കൊണ്ടുവെക്കുക. വീണ്ടും നമുക്ക് അടുത്ത കാല് പതുക്കെ ഇതേ കണക്ക് ഉയർത്താം. ഒരു കാരണവശാലും നിങ്ങളുടെ ഈ തുടകൾ ഈ ഫില്ലോയിൽ നിന്നും ഉയരത്തിലോട്ട് പോകരുത്. ഈ ഫില്ലോയിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് തന്നെ ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ ഉയർത്തുക. ഇതേപോലെ നൈസ്. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കാലിൻ്റെ ആ ഒരു പാദഭാഗം നമ്മുടെ ഫേസിന് നേരെയായിട്ട് ഇതേപോലെ, കണ്ടില്ലേ, ഇതേപോലെ സ്ട്രെച്ച് ചെയ്യുക. 5 സെക്കൻഡ് നിങ്ങൾക്ക് ഇതേ കണക്ക് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5. നൈസ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് വർക്കൗട്ട്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ തലയണ എടുക്കുക, ഫില്ലോ എടുക്കുക,
അതിനുശേഷം നിങ്ങളുടെ തുടകളുടെ ആ ഒരു അടിഭാഗത്തായിട്ട് തന്നെ കയറ്റി വെക്കുക. കാലുകൾ സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം പതുക്കെ കാലുയർത്തുക, സ്ട്രെച്ച് ചെയ്യുക. കാലിൻ്റെ പാദഭാഗം നമ്മുടെ ഫേസിന് നേരെയായിട്ട് നിനക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നൈസ്. 1 2 3 4 5. നിങ്ങൾ കറക്റ്റ് 5 സെക്കൻഡ് ഇതേ കണക്ക് ഹോൾഡ് ചെയ്യണം. നിങ്ങളുടെ ഈ തുടകളുടെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവും. ഓക്കെ, ഇത് ചെയ്യുന്ന വഴി നമ്മുടെ ഈ ഒരു കാൽമുട്ടിൻ്റെ ആരോഗ്യവും നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. രണ്ടാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹിപ്പ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, ഇതേ കണക്ക് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു മസിൽസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാം. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേ കണക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ഇതേ കണക്ക് മടക്കി വെക്കുക. അതിനുശേഷം അടുത്ത കാല് പതുക്കെ ഉയർത്തി ഇതേ കണക്ക് ഉയർത്തി, ഇത്ര മാത്രം ഉയർത്തിയാൽ മതി. അതിനുശേഷം പതുക്കെ സൈഡിലോട്ട് കൊണ്ടുപോവുക, ഇതേപോലെ. ഓക്കെ, പതുക്കെ സാവധാനം തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും സൈഡിലോട്ട് പതുക്കെ കൊണ്ടുപോവാം. നൈസ്. 2 3 4 5. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സാവധാനം പഴയ പൊസിഷനിലോട്ട് വരാം. ഓക്കെ, നിങ്ങളുടെ ഈ നടുഭാഗമൊന്നും നിങ്ങൾ ഉയർത്തരുത്. ഇതെനിക്ക് ഇവിടെ നടുഭാഗമൊക്കെ സ്റ്റേബിളായിട്ട് തന്നെ വെക്കുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നതിന് ശേഷം ഇതേപോലെ കാലുകൾ പതുക്കെ നിങ്ങൾക്ക് ഉയർത്താം. ഇത്ര മാത്രം. അതിനുശേഷം സാവധാനം സൈഡിലോട്ട്. നൈസ്. 1 2 3 4 5. ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് 5 പ്രാവശ്യമാണ് കേട്ടോ. ഒരു കാലിൽ നിങ്ങൾ 5 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഈ കാല് പതുക്കെ നിങ്ങൾക്ക് മടക്കി ഇതേ കണക്ക് വെക്കാം. അടുത്ത കാല് നിവർത്താം. ഇതേപോലെ നിവർത്തി വെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ കാല് ഉയർത്തുക. ഇതേപോലെ ഉയർത്താൻ നിങ്ങൾക്ക് സാവധാനം സൈഡിലോട്ട് പോട്ടെ. നൈസ്. ഇത്ര മാത്രം. ഓക്കെ, 1 2 3 4 5. സാവധാനം പഴയ പൊസിഷനിലോട്ട് വരാം. വെരി ഗുഡ്. വീണ്ടും പതുക്കെ ഉയർത്തുക. സാവധാനം സൈഡിലോട്ട്. 1 2 3 4 5. സാവധാനം നിങ്ങളുടെ പൊസിഷനിലോട്ട് വരിക. ഓക്കെ, നിങ്ങൾ കാലുകൾ ഇങ്ങനെയൊന്നും ഉയർത്തരുത്, ഇങ്ങനെയൊന്നും ഉയർത്തരുത്. ഈ ഒരു പൊസിഷൻ ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തുക. ഈ ഒരു ലെവലിൽ മാത്രം ഉയർത്തുക. അതിനുശേഷം സാവധാനം സൈഡിലോട്ട് ഇതേ കണക്ക് ഇതേപോലെ. 1 2 3 4 5. ഓക്കെ, നിങ്ങളുടെ ഹിപ്പ് മസിൽസ്, ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആവാനും നിങ്ങളുടെ മുട്ടുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കാനും ഇതുവഴി സഹായിക്കും. മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിലിനെയും ഹാംസ്ട്രിങ് മസിലിനെയും സ്ട്രെച്ച് ചെയ്യിപ്പിക്കുന്ന എക്സസൈസാണ്. അപ്പം മിക്കവാറും ചില ആൾക്കാരുടെയൊക്കെ ഈ മുട്ടുവേദന നല്ല രീതിയിലുള്ള ആൾക്കാരുടെയൊക്കെ ഈ ഒരു കാഫ് മസിൽ നല്ല ടൈറ്റ് ആയിരിക്കും. ഓക്കെ, നല്ല ടൈറ്റ് ആയിരിക്കും. അത് മുഖാന്തരം അവർക്ക് മുട്ടുവേദന ഉണ്ടാവാറുണ്ട് നല്ല രീതിയിൽ. അപ്പം നമ്മൾ കാഫ് മസിലിനെയും ഹാംസ്ട്രിങ് മസിലിനെയും ആക്ടിവേഷൻ ആക്കാനും സ്ട്രെച്ച് ചെയ്യാനും സഹായിക്കുന്ന ഒരു സ്ട്രെച്ചിങ് എക്സസൈസാണ് അടുത്തത്. ഓക്കെ, അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു കാല് ഇതേ കണക്ക് നിങ്ങൾ മടക്കി വെക്കുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് മടക്കി വെക്കാം. നൈസ്. അടുത്ത കാല് നിങ്ങൾ പതുക്കെ പൊക്കുക, ഇതേപോലെ പൊക്കുക. ഓക്കെ, ഇതേ കണക്ക് പൊക്കി നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ ഈ തുടയുടെ മുട്ടിൻ്റെ താഴെ തുടയുടെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് പിടിക്കാവുന്നതാണ്. ഇതേപോലെ. ഓക്കെ, ഞാനീ പിടിച്ചിരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് പിടിക്കാം. പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. ഇതേ കണക്ക് കണ്ടല്ലോ, ഇതേ കണക്ക് സ്ട്രെച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ഹാംസ്ട്രിങ് മസിൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കാഫ് മസിലാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാലിൻ്റെ പാദം നിങ്ങളുടെ ഒരു ഫേസിൻ്റെ രീതിയിലോട്ട്, ഫേസിലോട്ട് ഇതേ കണക്ക് പതുക്കെ ഇതേ കണക്ക് കണ്ടല്ലോ, ഇതേ കണക്ക് 5 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. 1 2 3 4 5.
അതിനൊക്കെ തന്നെ താഴോട്ട് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ താഴെ കൊണ്ട് വെക്കരുത്. ഈ ഒരു പൊസിഷൻ ഒരു 90 ഡിഗ്രി ഇതേ കണക്ക് നിങ്ങൾക്ക് താഴോട്ട് കൊണ്ടുവരാം ഇതേപോലെ. ഓക്കെ, അതിനുശേഷം വീണ്ടും സാവധാനം കാലുകൾ ഉയർത്തുക. ഇങ്ങനെ ബെൻഡായിട്ടൊന്നും ഉയർത്തരുത്. ഓക്കെ, ഇങ്ങനൊന്നും അല്ല, ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കുക, കാല് സ്ട്രൈറ്റ് ആക്കുക. അതിനുശേഷം നിങ്ങളുടെ പാദം പതുക്കെ ഇതേപോലെ നിങ്ങളുടെ ഫേസിൻ്റെ രീതിയായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5. ഈ ഒരു കാഫ് മസിലോട്ട് നമ്മുടെ ഒരു ഹാംസ്ട്രിങ് മസിൽ വരെ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കാലിൽ 5 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് നിങ്ങൾ ഇതേപോലെ മടക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ കണക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ തുടയുടെ ഭാഗത്തായിട്ട് മുട്ടിന് താഴ്ഭാഗത്തായിട്ട് ഇതേ കണക്ക് പിടിക്കാം. പിടിച്ചതിന് ശേഷം ഇതേപോലെ ഉയർത്തുക. അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ പതുക്കെ മുകളിലോട്ട് നിങ്ങളുടെ മുഖത്തിന് നേരെയായിട്ട് ഇതേ കണക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. നൈസ്. 1 2 3 4 5. വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരട്ടെ. ഇതേ കണക്ക് വീണ്ടും പതുക്കെ മുകളിലോട്ട് ഉയർത്തുക, സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത എക്സസൈസ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ 3 മുട്ടുവേദനയ്ക്കുള്ള വ്യായാമങ്ങൾ. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇതുവഴി ഉണ്ടാവും. ഇതിപ്പം നമ്മുടെ ഫുള്ളായിട്ടുള്ള മസിൽസിനെ നമ്മൾ ആക്ടിവേഷൻ ആക്കാനുള്ള വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്തത്. കാലിൻ്റെ കാഫ് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, അതേ കണക്ക് തൈ മസിൽ. അപ്പോൾ ഈ 3 മസിൽസുകളും സ്ട്രോങ് ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മുട്ടും സ്ട്രോങ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയുണ്ട് ഇത് ചെയ്തിട്ടെന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ